ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ തക്കാളി കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മത്തങ്ങയും തക്കാളിയും വെച്ചിട്ട് തേങ്ങ അരച്ച് ഉണ്ടാക്കിയ ഈ കറി വളരെ രുചികരമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കിലോ മത്തങ്ങ, നല്ല ചുവന്ന മത്തങ്ങ കേട്ടോ, നല്ല ഭംഗിയാണ് മത്തങ്ങ കാണാനായിട്ട്. ഒരു 1/4 കിലോ മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട ശേഷം കുറച്ച് ഉപ്പ് തൂവിയ ശേഷം വെള്ളം ആവശ്യമനുസരിച്ച്, മത്തങ്ങ തക്കാളി വേവാനുള്ള വെള്ളം. രണ്ടിനും വേവില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി, അതുകൊണ്ടാണ് ഒരുമിച്ചിട്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നാളികേരം, ഒരു 1/2 മുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. ലേശം ജീരകവും കൂടി എടുത്തതിനിട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പം മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. മത്തങ്ങ ഉടഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ തക്കാളിക്കും മത്തങ്ങയ്ക്കും ഒരേ വേവാട്ടോ. ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ അരച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. നല്ല അസൽ ഒരു കറിയാട്ടോ, ഒഴിച്ചു കൂട്ടാൻ ചോറിനൊക്കെ, നല്ല ചൂടുള്ള ചോറിൻ്റെ ഇടക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ. മത്തങ്ങ തക്കാളിയും വെച്ചിട്ട് കിച്ചടിയെന്നോ എരിശ്ശേരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം മത്തങ്ങ തക്കാളി ഒരു കറി, കുറച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി തിളപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, നല്ല കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി. ഇതിനകത്ത് പുളിയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, തക്കാളിയുടെ പുളിയുണ്ട്. തൈര് ഒഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് വറുത്തിടുന്നതിൻ്റെ ആണ് അതിനകത്ത് ഏറെ സ്വാദ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കൊല്ലമുളക് കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട്, പിന്നെ ഇതിനകത്ത് ചുവന്ന ഉള്ളി, എത്ര ചുവന്നുള്ളി ചേർക്കണോ അത്രയും നല്ലതാട്ടോ. അതാണ് ഇതിൻ്റെ ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. ഞാൻ വെറൈറ്റി കറി എന്ന് പറഞ്ഞില്ലേ, അത് ഈ വറവിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. നന്നായി വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, ഒന്നും കൂടി ടേസ്റ്റ് കൂടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടിത് വറുത്തെടുക്കാം. ഈ ഉള്ളി മുരിയുമ്പോൾ ഭയങ്കര വാസനയും ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഈ ചെറിയ ഉള്ളിക്ക്. എന്നിട്ടിത് കറിയിലേക്ക് ഒഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ഇപ്പോൾ കറിയൊന്നും വയ്ക്കാം പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, മത്തങ്ങ ഉണ്ട് തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വേഗം ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കറിയായില്ലേ. വേറെ ഒരു കറി ഒന്നും വേണ്ട കേട്ടോ, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നിട്ട് ഈ വറവ് ഈ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളപ്പം തന്നെ ഒന്ന് ഇളക്കരുത്, ഒന്ന് അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വാസന പോകും. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം. വറുത്തിടുമ്പോൾ തന്നെ നമ്മളത് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണവും രുചിയും പോകും. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേട്ടോ. അപ്പോൾ നല്ലൊരു മത്തങ്ങ കറി ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അത് ഉണ്ടാക്കി നോക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.